Yes! Broken Beach. ഹലോ, അപ്പം ഇന്ന് നമ്മൾ ഉബുദിൽ നിന്ന് നമ്മുടെ സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മൾ നുസാ പെനീഡയിലേക്ക് പോവാണ്. സോ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തത് ഓൺലൈനാണ്. ക്ലൂക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ ഫെറി ടിക്കറ്റ് 2 പേർക്ക് ബുക്ക് ചെയ്യാൻ 1900 നമ്മുടെ നാട്ടിലെ എമൗണ്ട് ആയി. സോ നമുക്ക് ഫെറി കിട്ടുന്നത് സനൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. സോ അവിടെ നമ്മളിപ്പം ഫെറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ബാക്കി നുസാ പെനീഡ വിശേഷങ്ങൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പണിയെടുക്കുന്ന ഹസ്ബൻഡ്. ഇതാണ് കേട്ടോ സനൂർ ഹാർബർ. ആക്ച്വലി നല്ല ഭംഗിയാണ്. ചെറിയ ക്രൂസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇത് ഇച്ചിരി റഫ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ നുസാ പെനീഡയിൽ എത്തിയിരിക്കുകയാണ്. നുസാ പെനീഡ ഐലൻഡിൽ നമ്മൾ വന്നിറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ഫീ ഇവിടെ ഉണ്ട്, ഐലൻഡ് എൻട്രൻസ് ഫീ. പിന്നീട് ഹാർബറിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് നുസാ പെനീഡയിൽ നമുക്ക് കവർ ചെയ്യേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ഡീൽസ് അവിടെ ഉണ്ടാവും. അങ്ങനെ നമുക്കൊരു ടാക്സി ആളെ കിട്ടി നമുക്ക് കവർ ചെയ്യേണ്ട എല്ലാ സ്ഥലങ്ങളും പുള്ളി ഇന്നും നാളെ ആയിട്ട് കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു ബെറ്റർ ഡീലിനാണ് കിട്ടിയത്. സോ ഞങ്ങൾ അത് ചൂസ് ചെയ്തു. അപ്പം നമ്മൾ റൂമിലേക്ക് പോയില്ല, ജസ്റ്റ് ലഞ്ച് കഴിച്ചു. അവിടെ നിന്ന് ഫ്രഷപ്പ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലമാണ് ബ്രോക്കൺ ബീച്ച്. സോ ഇനി അവിടുത്തെ ഡീറ്റെയിൽസ് കാണാം. ഗൈസ്, അതെന്തോ ഒരു ബീച്ച് ഏതാണെന്ന് എനിക്കറിയില്ല. ദിസ് ഭയങ്കര പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. ഒക്കെ താഴെ വെള്ളം. ഓ ഗൈസ്, ഇത് കണ്ടു കാണാൻ ഭയങ്കര സൂപ്പറാ. ഇത് വീഡിയോയിൽ എത്ര എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് അൺബിലീവബിൾ. യെസ്, Broken Beach. ബ്രോക്കൺ ബീച്ച് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും നല്ല രസമാണ്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആക്ച്വലി നിങ്ങൾ പിക്ചേഴ്സ് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ എല്ലാവർക്കും ഇങ്ങനെ പോസ് ചെയ്യുന്ന ഒരുപാട് അടിപൊളി പിക്ചേഴ്സാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ റൗണ്ടിൽ ഫുൾ ആക്ച്വലി വേലി വെച്ച് കെട്ടി. സോ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ആ ഡയറക്റ്റ് ബാക്കിൽ ആ ഹോള് വരുന്ന പോലത്തെ പിക്ചർ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. വിത്ത് ആ വേലി കയർ കെട്ടിയിരിക്കുന്ന ആ വേലിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പിക്ചർ
പിക്ചേഴ്സ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനത്തെ പിക്സ് കിട്ടാത്തതിൽ ആക്ച്വലി ഞാൻ കുറച്ച് ഡെസ്പാണ്. ബട്ട് സ്റ്റിൽ അവിടെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. സോ ബ്രോക്കൺ ബീച്ച് ആരും മിസ്സാക്കണ്ട. ഓക്കെ, അങ്ങനെ നുസ പെനിഡയിലെ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. കെലിങ്കിങ് ബീച്ച്. ഇതാണ് ഏറ്റവും അടിപൊളി എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അറിയത്തില്ല, ഓൾറെഡി ഇവിടെ ലൈറ്റൊക്കെ പോയി. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുളും വെയിൽ വരും, മഴ പെയ്യും, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. ഓക്കെ, ആക്ച്വലി ഇവിടുന്ന് നമുക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാം സ്റ്റെപ്പ് ഉണ്ട്. ശരിക്കും ഇത് നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. കെലിങ്കിങ് ബീച്ചിൻ്റെ താഴേക്ക് ആക്ച്വലി നമുക്ക് ചെറിയ സ്റ്റെപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇറങ്ങിപ്പോവാം. അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ വാക്ക് ചെയ്ത് സ്റ്റെപ്പ് ഇറങ്ങി പോയാലാണ് താഴെ ബീച്ചിലെത്തുക. അവിടെ എത്തുമ്പം എന്തായാലും അടിപൊളിയായിരിക്കും. കാരണം മുകളിൽ നിന്ന് കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ താഴെ ചെന്നാലും അടിപൊളിയായിരിക്കും. പക്ഷേ എല്ലാവരും പറഞ്ഞു കുറച്ച് ഡേഞ്ചറാണ്, കുറച്ച് സ്കെയറിയാണ് ആ ഇറങ്ങിപ്പോകുന്നത്. 30 മിനിറ്റ്സോളം നമ്മൾ നടന്ന് താഴേക്ക് ചെല്ലാം. ഓക്കെ, നമ്മൾ എന്തായാലും താഴോട്ട് ഇറങ്ങാൻ നിന്നില്ല, കാരണം മഴയും പെയ്തു. നമ്മൾ പോകാൻ പോകുന്നത് നുസ പെനിഡയിൽ നിന്ന് അറൗണ്ട് 1 അവറോളം ഡ്രൈവ് ചെയ്ത് പോകുന്ന ട്രീ ഹൗസിലോട്ടാട്ടോ. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഇമേജസ് കണ്ടിട്ടുണ്ടാവും ട്രീ ഹൗസിൻ്റെ. എനിക്ക് അവിടെ നിന്ന് ഒരു പിക്ക് എടുക്കാൻ ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നമ്മൾ രാവിലെ 5:30 ആ ഒരു സമയത്ത് 5:30-6 മണി റേഞ്ചിൽ ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. ഏകദേശം എത്താറാവും 6:30 ആയി ടൈം. ബാക്കി കാണിച്ചു തരാം. ഇതാണ് ട്രീ ഹൗസിലേക്ക് പോകുന്ന വഴി. വെതർ കുറച്ച് ഭയങ്കര ക്ലൗഡി ആയിരുന്നു. സൺറൈസ് കിട്ടുമെന്ന് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സൺറൈസ് അല്ല, ലൈക്ക് സൺ ഉണ്ടാവുമ്പോൾ. പക്ഷേ എന്നാലും നമ്മൾ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ക്ലൗഡ് മാറിയിട്ടുണ്ട്. ദൂരെ കാണുന്നതാണ് ഗൈസ് ട്രീ ഹൗസ്. ഓക്കെ, ഇവിടെ കുറേ ഞാവൽ, ഇവിടെയൊക്കെ ഞാവൽ വീണ് കിടപ്പുണ്ട്. നമുക്കതാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് വരെ അങ്ങ് താഴെ എത്തണം. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രീ ഹൗസിൻ്റെ താഴെ എത്തി ഗൈസ്. നല്ല അടിപൊളി വ്യൂ. ഇങ്ങനെ നമ്മൾ ട്രീ ഹൗസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് 3 മിനിറ്റ്സാണ് രണ്ടുപേർ കൂടെ ഫോട്ടോ എടുക്കാൻ കിട്ടിയത്. ഇത് ആക്ച്വലി ഒരു ഫോട്ടോ ബൂത്ത് പോലാണ്. ട്രീ ഹൗസ് ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ ബൂത്ത് പോലെയുള്ളൂ. വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇത് നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഈ മലയുടെ മുകളിൽ നിന്ന് ഈ വ്യൂ കാണാം.
ഗായ്സ് ഇവിടെ തിരിച്ചു കയറാൻ നല്ല പാടാണ്. ഇച്ചിരി വലിയ സ്റ്റെപ്പാണ്. ഇനി അങ്ങ് മോളി വരെ നമുക്ക് പോകാനുണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനായ ഡയമണ്ട് ബീച്ചിലെത്തിയിട്ടുണ്ട്. കുറച്ച് താഴേക്ക് കുറേ ഇറങ്ങി പോകാനുണ്ട്. അപ്പോൾ അവിടേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 35 ആണ്. QR കോഡ് സ്കാൻ ചെയ്തിട്ടായിരിക്കും കയറുന്നത്. കൂടെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. ഈ സ്റ്റെപ്പ് നടന്ന് വേണം നമ്മൾ ഇറങ്ങി. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര ടഫാണ് ഇതുവഴി പോകാൻ. താഴോട്ട് കുറച്ച് പാടായിരിക്കും, ബട്ട് സ്റ്റെപ്സൊക്കെ ഇവർ നല്ലപോലെ സിമെൻ്റൊക്കെ ഇട്ട്